നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നിലപാട് കടുപ്പിക്കുകയാണ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നതിൻ്റെ ആദ്യ സൂചനകൾ ED നൽകുകയാണ്. അതായത് കേരള പോലീസ് ഇതുവരെ 26-ലധികം പ്രതികളെയാണ് പിടികൂടിയിട്ടുള്ളത്. EDയെ ആക്രമിച്ച സംഭവത്തിൽ ഈ ദൃശ്യങ്ങളിലും മറ്റുമൊക്കെയുള്ള CPM പ്രവർത്തകരായിട്ടുള്ള ആളുകളെയാണ് പോലീസ് പിടികൂടുന്നത്. പോലീസിൻ്റെ തന്നെ പ്രതിപട്ടികയിൽ പ്രകാരം നിരവധി ആളുകൾ, ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകരാണ് പ്രതികളായിട്ടുള്ളത്. ഈ പ്രതികളെ പിടികൂടാൻ എത്രയും വേഗം പിടികൂടുക, അതോടൊപ്പം തന്നെ കുറ്റപത്രം അടക്കം എത്രയും വേഗം സമർപ്പിച്ചുകൊണ്ട് പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടാത്ത രീതിയിൽ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്ന സമീപനമാണ് ഇപ്പോൾ കേരള പോലീസ് കൈക്കൊള്ളുന്നത്. കാരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി VD സതീശനും ഈ കേസിൽ ആരെയും വെറുതെ വിടുന്ന പ്രശ്നമില്ലെന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞു. അതായത് സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കത്തക്ക രീതിയിൽ ഒരു കേന്ദ്ര ഏജൻസിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം അതൊരിക്കലും അനുവദിച്ചു കൊടുക്കുകയില്ല. കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ചു എന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് CPM പ്രവർത്തകർക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കും എന്ന് നേരത്തെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി VD സതീശനും പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു രീതിയിൽ മാത്രം പോരാ എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത്. പോലീസിൻ്റെ നടപടിയെ ED ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. പ്രവർത്തകരെ മാത്രം അറസ്റ്റ് ചെയ്ത് കേസ് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഒരു അക്രമത്തിന് പിന്നിൽ ആസൂത്രണമുണ്ട്. കൃത്യമായ ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു ആക്രമണം കേന്ദ്ര ഏജൻസിയായ EDക്ക് നേരെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയിൽ ഉന്നത CPM നേതാക്കൾക്ക് പങ്കുണ്ട്. പ്രത്യേകിച്ചും CPMൻ്റെ ജില്ലാ ഘടകത്തിൽപ്പെട്ട നേതാക്കന്മാരാണ് റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് അണികളെ എത്തിക്കുകയും ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. റെയ്ഡ് കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോൾ അവരുടെ വാഹനങ്ങൾ ആക്രമിക്കാൻ നേരത്തെ പദ്ധതിയുണ്ടായിരുന്നു എന്ന് ED വിലയിരുത്തുന്നുണ്ട്. കൃത്യമായ ആസൂത്രണത്തിന് ഒടുവിലാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. EDയെ ആക്രമിക്കാൻ നേരത്തെ തന്നെ കല്ലും അതുപോലെ തന്നെ മുട്ട പോലെയുള്ള പദാർത്ഥങ്ങളുമെല്ലാം അവിടെ കരുതിയിരുന്നു. വാഹനങ്ങൾക്ക് നേരെ CPM നേതാക്കൾ തന്നെ മുട്ടയെറിയുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ചാനലുകളിൽ വന്നിരുന്നതാണ്. മാത്രമല്ല കാറിൻ്റെ ചില്ലുകൾ അടിച്ചു തകർക്കുന്നു. കല്ലുകളും അതുപോലെ തന്നെ വടികളുമെല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. കാറിനകത്തുണ്ടായിരുന്ന ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്നു. അതിനു മുമ്പ് ഈ കേന്ദ്ര ഏജൻസി EDക്ക് ഈ സുരക്ഷ നൽകിയ കേന്ദ്ര സേനയിൽപ്പെട്ട സൈനികരെ ഈ രീതിയിൽ ആക്രമിക്കുന്നു. ഹെൽമെറ്റ് ഊരി എറിഞ്ഞും മറ്റും ആക്രമിക്കുന്നു. ഇങ്ങനെ കേന്ദ്ര സേനയ്ക്കും കേന്ദ്ര ഏജൻസിയായ EDക്കും നേരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആസൂത്രണം നടത്തിയവരെ, ഗൂഢാലോചന നടത്തിയവരെ, ഇങ്ങനെ ഒരു ആക്രമണം ചെയ്യിച്ചവരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ കഴിയില്ല എന്ന് ED നിലപാടെടുക്കുന്നു. ഈ കേസിന് പിന്നിലെ ഗൂഢാലോചന അത് കൃത്യമായി പുറത്തു കൊണ്ടുവരികയും ഉന്നത CPM നേതാക്കളടക്കം അറസ്റ്റിലാവുകയും വേണമെന്നാണ് ഇപ്പോൾ EDയുടെ ആവശ്യം. പോലീസ് അതിന് തയ്യാറായില്ല എങ്കിൽ തീർച്ചയായും ED കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സഹായം തേടും. ഒരുപക്ഷെ അതിന് തന്നെയായിരിക്കാം കേന്ദ്ര ഏജൻസിയായ ED ശ്രമിക്കുന്നതും. ഗൂഢാലോചന കണ്ടെത്തുക അല്ലെങ്കിൽ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ അക്രമം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരെയും പാർട്ടി ഗുണ്ടകളെയെല്ലാം സ്ഥലത്തെത്തിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടത്ര നിർദ്ദേശം നൽകാനും CPM പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. CPM ജില്ലാ നേതൃത്വവും സംസ്ഥാന തലത്തിലെ നേതാക്കന്മാരുമെല്ലാം ഇതിനുവേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്നു. നമുക്കറിയാം മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ രാജ്യസഭാ MP A റഹീം, ജോൺ ബ്രിട്ടാസ്, ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ അണികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നതും ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകുന്നതുമെല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. CPIMൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരിയും ഇത്തരത്തിൽ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന വളരെ കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് ED സംശയിക്കുന്നു. ഈ ഗൂഢാലോചകനെ പൊക്കാൻ തീർച്ചയായും കേരള പോലീസ് ഈ ഘട്ടത്തിൽ ശ്രമിച്ചേക്കില്ല. അതായത് നേരത്തെ തന്നെ
പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചിരുന്ന ഈ പറയുന്ന അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നേരത്തെ മടിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. CPM നേതാക്കൾ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി. പോലീസ് ഈ ഒരു നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറാൻ തയ്യാറായില്ല. അതായത് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ച വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. പോലീസിലെ വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇടതുപക്ഷ അനുഭാവമുള്ള സംഘടനയുടെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഓഫീസിലേക്ക് കയറി ചെല്ലാൻ പോലീസ് മടിച്ചത്. ഇനിയിപ്പോൾ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഉന്നത CPM നേതാക്കൾക്കെതിരെയും നടപടിയെടുക്കാൻ പോലീസിന് മടിയുണ്ടാകും. ഇപ്പോൾ ഒരു പുതിയ സർക്കാർ അധികാരമേറ്റിട്ടേയുള്ളൂ. പോലീസ് വകുപ്പിനെ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാനും അനുസരിപ്പിക്കാനും ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അതിൻ്റെ ഒരു പാതയിലാണ് എന്ന് തന്നെ കൃത്യമായി പറയാം. പക്ഷേ CPM നേതാക്കളെ തൊടാൻ ഇപ്പോഴും കേരള പോലീസിന് ഭയമാണ്. ഈ വിഷയമാണ് അല്ലെങ്കിൽ ഈ പോയിന്റാണ് ED ഇനി അടുത്ത് ഹൈക്കോടതിയിലടക്കം ഉന്നയിക്കാൻ പോകുന്നത്. കേന്ദ്ര ഏജൻസിയായ EDയെ ആക്രമിച്ചിരിക്കുന്നു. അത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് കോടതിയും വിലയിരുത്തി കഴിഞ്ഞിരുന്നു. അതായത് അറസ്റ്റിലായ 5 പ്രതികൾ ജാമ്യത്തിന് അപേക്ഷ നൽകിയപ്പോഴാണ് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി ഇതിൻ്റെ ഗൗരവ സ്വഭാവം പുറത്തു പറഞ്ഞത്. അതായത് കേന്ദ്ര ഏജൻസിയായ EDയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെതിരായി ആക്രമണത്തിന് തുല്യമാണ്. മാത്രമല്ല അവരുടെ ദൗത്യം അല്ലെങ്കിൽ അവരുടെ കടമ നിർവഹിക്കുന്നതിനിടയിൽ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തകരെ, ഇങ്ങനെ അക്രമം കാണിച്ച പ്രവർത്തകരെ പുറത്തുവിട്ടാൽ അത് അക്രമത്തിന് പ്രേരണ നൽകുന്നതിന് തുല്യമാണ്. മാത്രമല്ല വധശ്രമമാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയിരിക്കുന്നത്. മാരകായുധങ്ങൾ ഇവർക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്. കാറ് 3 എണ്ണം പൂർണ്ണമായും തകർത്തു. അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന നിലപാട് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കവേ എടുത്തിരുന്നു. അതുകൊണ്ട് EDക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും വസതികളടക്കം 12 ഇടങ്ങളിൽ ED പരിശോധന നടത്തിയത്. CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. 2024 ഈ കേസുമായി ബന്ധപ്പെട്ട ECIR ED രജിസ്റ്റർ ചെയ്യുന്നത്. കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ EDക്ക് അന്ന് സാധിച്ചിരുന്നില്ല. 2 വർഷത്തിന് ശേഷമാണ് ED കോടതിയുടെ അനുമതിയോടുകൂടി പരിശോധനയിലേക്ക് കടക്കുന്നത്. ആ പരിശോധനയിൽ നിർണായകമായ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്ന് ED ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ED അന്വേഷണത്തിനെതിരെ ഹർജി അല്ലെങ്കിൽ അപ്പീൽ ഹർജി CMRL കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അത് പരിഗണിച്ച കോടതി ഈ അന്തിമ വിധി വെള്ളിയാഴ്ച വരുമെന്നും ആ വിധി പറയുന്നതിന് വരെ EDയോട് തുടർ നടപടികൾ നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന റെയ്ഡിൽ ലഭിച്ച വിശദാംശങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് വീണ വിജയനെ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും ഒക്കെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരുന്നതിനിടയിലാണ് വെള്ളിയാഴ്ച വരെ നടപടികൾ നിർത്തിവെക്കാൻ കോടതി EDയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താൽക്കാലിക ആശ്വാസമായിരിക്കാം. പക്ഷേ അന്തിമ വിധി വീണ വിജയന് എതിരായിരിക്കുമെന്നാണ് നിയമരംഗത്തെ വിദഗ്ധർ പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ED തങ്ങളെ ആക്രമിച്ച സഖാക്കളെ വെറുതെ വിടാൻ പോകുന്നില്ല. CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള കേരള പോലീസിന്റെ ഭയം ചൂണ്ടിക്കാട്ടി ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചന അന്വേഷിക്കാതിരിക്കുന്ന ആ സാഹചര്യം ചൂണ്ടിക്കാട്ടി തീർച്ചയായും വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ ED സമീപിച്ചേക്കാം. എന്തായാലും അങ്ങനെ ED ഹൈക്കോടതിയെ സമീപിച്ചാൽ തീർച്ചയായും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വഴിയൊരുങ്ങും. NIAയോ അല്ലെങ്കിൽ CBIയോ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് കേരളത്തിലേക്ക് വന്നാൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുക മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ പ്രതികളെ ആ സംസ്ഥാനത്തേക്ക് മാറ്റാനുള്ള സാധ്യത ഏറെയാണ്. ED ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെയാണ്. നേരത്തെ തന്നെ ED ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ആ വിലയിരുത്തൽ ശരിയാകും എന്ന രീതിയിലാണ് ഇപ്പോൾ EDയുടെ ഒരു നിലപാട് വന്നിരിക്കുന്നത്. കേരള പോലീസിൻ്റെ ഈ കേസ് അന്വേഷണത്തിൽ തൃപ്തിയല്ല എന്ന് ED വളരെ തുറന്നു തന്നെ പറഞ്ഞിരിക്കുന്നു. അടുത്ത നടപടികളിലേക്ക് ED ഉദ്യോഗസ്ഥർ കടക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. കോടതിയുടെ അനുവാദം ലഭിച്ചാൽ പ്രതികളെ നേരെ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനും അവിടെ ജാമ്യമില്ലാതെ തളച്ചിടാനും ED ശ്രമിച്ചേക്കും. മാത്രമല്ല ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ
ആക്രമിച്ച കുറ്റവാളികളെ ഒന്നും ഇനി കേരള സമൂഹത്തിൽ വച്ചുവാഴിക്കില്ല എന്ന പ്രതിജ്ഞയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സ്വീകരിച്ചിരുന്നത്. പിണറായി വിജയന്റെ വീടുകളിൽ നടത്തിയ പരിശോധന, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ പ്രതിയായിട്ടുള്ള കേസിൽ റെയ്ഡ് നടത്തിയതിനെതിരെ പാർട്ടി പ്രവർത്തകരെ സംഘടിപ്പിച്ച് കേന്ദ്ര ഏജൻസികൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കിയ ആ CPM നേതാക്കന്മാരെ വിട്ടുകിട്ടണം എന്നാണ് ED ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള CPM നേതാക്കൾക്കെതിരെ നിയമപരമായ നടപടി ഉണ്ടാകണമെന്നും ഇല്ലായെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഇത്തരത്തിൽ വേട്ടയാടാനുള്ള എല്ലാ സാഹചര്യങ്ങളും മറ്റുള്ളവർക്കും ഉണ്ടാക്കി കൊടുക്കും എന്ന ഒരു വാദമാണ് ED മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തിൻ്റെ ക്രമസമാധാന പ്രശ്നത്തിൽ വലിയ വിഷയങ്ങൾ ഇത് ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആക്രമണം നടത്തിയിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്കൊപ്പം തന്നെ ആക്രമണം ആസൂത്രണം ചെയ്ത നേതാക്കന്മാർക്കെതിരെയും കേസ് വേണമെന്ന് ED വാദിക്കുന്നുണ്ട്. അത് ചെയ്യാൻ കേരള പോലീസ് തയ്യാറായില്ലെങ്കിൽ ഈ കേസ് ED സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകും. സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളും സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നേരത്തെ ED നടത്തിയിരുന്നതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കവേ ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളവരെല്ലാം വളരെ പ്രധാനപ്പെട്ട ആളുകളാണെന്നും ഈ ഭരണവുമായി കേരളത്തിൻ്റെ ഭരണവുമായി ബന്ധമുള്ള വൻ സ്വാധീനമുള്ളവരുമാണെന്നും ഇവരെല്ലാം അധികാരത്തിൽ ഇരിക്കുന്ന സമയം EDക്ക് ഈ കേസുമായി കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുമാണ് അവർ സുപ്രീം കോടതിയെ പോലും ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പുറത്തായതോടുകൂടി ED അന്വേഷണം കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്.